أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأتبعوهم مشرقين فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1240 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്തു ശുഅറയിലെ 60 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅത്ബഊഹും മുശ്രിഖീൻ ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ قال كلا إن معي ربي سيهدين فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم وأزلفنا ثم الآخرين وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 60 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഈ സൂറത്തിലെ വിവരണം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളോടെ പൂർണ്ണമാവുകയാണ്, അവസാനിക്കുകയാണ്. അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഫിറഔനെ പിന്തുണക്കുന്ന ആളുകൾ ഈജിപ്തിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനവാസ സ്ഥലങ്ങളിൽ നിന്നൊക്കെയായിട്ട് അവരുടെ സുഖാഡംബരങ്ങളുടെയും ജീവിതാനന്ദങ്ങളുടെയും ഒക്കെ എല്ലാ സാധ്യതകളെയും കൈവിട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേൽ സമൂഹത്തെയും അടിച്ചൊതുക്കുക എന്ന ലക്ഷ്യത്തോടെ അവര് ഇറങ്ങി പുറപ്പെടുകയാണ്. നാം അവരെ ആ വിധത്തില് അവരുടെ രമ്യഹർമ്മ്യങ്ങളും തോട്ടങ്ങളും ഉദ്യാനങ്ങളും അതുപോലെ അവരുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്നുമൊക്കെയായിട്ട് അവരെ പുറത്തിറക്കി കൊണ്ടുവന്നു എന്നാണ് അല്ലാഹു നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായത്. ഫിറഔന്റെ സൈനിക സേവനത്തിനായിട്ടാണ് പട്ടണങ്ങളിൽ നിന്നൊക്കെ
ഈ ആളുകൾ ഇറങ്ങി വന്നിരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേൽ സമൂഹത്തെയും ഒക്കെ തകർത്ത് നിലംപരിശാക്കി കളയാം എന്ന നിലക്കാണ് അവരുടെ വരവ്. അപ്പോ അതിന് കാരണമായിട്ട് ഫിറഔൻ പറഞ്ഞ സംഗതി വൈന്നഹും ലന ലഗാഇലൂൻ എന്നാണ്. അവര് ഞങ്ങളെ വല്ലാതെ ക്രോധമുള്ളവനാക്കുന്നുണ്ട്. നമുക്ക് കടുത്ത ക്രോധം ഉണ്ടാവാൻ കാരണമാവുകയാണ് അവരുടെ നിലപാടുകൾ കാരണമായിട്ട് എന്നാണ് ബനു ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ട് ഫിറഔൻ പറയുകയുണ്ടായത്. അവര് ചെറിയ സംഘമാകാം. ഇന്ന ഹഉലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, ചെറിയൊരു ബാൻഡ് ഓഫ് പീപ്പിൾ ആവാം അവര്, പക്ഷെ അവര് വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ജാഗ്രത കാണിച്ചുകൊണ്ട് വേണം അതിനെ നേരിടാൻ. ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ, അങ്ങനെ നാം അവരെ അവരുടെ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും അവരുടെ കുനൂസിൻ വ മഖാമിൻ കരീം, അവരുടെ നിധിശേഖരങ്ങളുടെ സൂക്ഷിപ്പ് സ്ഥലങ്ങളിൽ നിന്നും അവരുടെ അത്യാകർഷകങ്ങളായ ഭവനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അവരെ ഇറക്കിക്കൊണ്ടുവന്നു. മഖാമിൻ കരീം, അവരുടെ ഏറ്റവും നല്ല രമ്യഹർമ്മ്യങ്ങളായ ഭവനങ്ങളിൽ നിന്നൊക്കെ അവരെ നാം പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അതുപോലെയുള്ള ജീവിതാനന്ദങ്ങളുടെ സാധ്യതകളൊക്കെ നാം ബനു ഇസ്രായേലിനാണ് പിന്നീട് അനന്തരാവകാശമായിട്ട് നൽകിയത്. കുറെ ഈ സംഭവ വികാസങ്ങളുടെ തുടർച്ചയായിട്ട് ബനു ഇസ്രായേൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ അനുഭവിക്കുകയാണ് പിന്നീട് ഫലസ്തീനിൽ. അപ്പോ അതിനെ തുടർന്ന് 60-ാമത്തെ ആയത്ത്, ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്ത് നോക്കുക. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാത്രിക്ക് രാത്രി രായ്ക്ക് രാമാനം അനുയായികളെയും കൊണ്ട് പുറപ്പെട്ടുകൊള്ളാനാണ് നിർദ്ദേശം. അപ്പോ കരുതലോടുകൂടി വേണം വേണ്ട നടപടികളിലേക്ക് നീങ്ങാൻ. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ലക്ഷത്തിലേറെയുള്ള ആളുകളെ നയിച്ചുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളിലെയും ഓരോ വ്യക്തിയെയും കൂടെ കൂട്ടി അവരെ നയിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ ദിശയിലേക്ക് നടക്കുകയാണ്. അപ്പൊ രാത്രിയാണ് അവര് പുറപ്പെടുകയുണ്ടായത്. അവര് പുറപ്പെട്ടു എന്ന കാര്യം ഫിറഔന്റെ ആളുകൾ അറിയുന്നത് നേരം പുലർന്ന് അവര് കണ്ണു തുറന്ന ഘട്ടത്തിലാണ്. അപ്പോ ഉടനെ തന്നെ അവര് മൂസ അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേൽ സമൂഹവും പോയ വഴിയിലൂടെ അവരെ പിന്തുടർന്ന് പോകാൻ ഒരുങ്ങി. അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്, ഫഅത്ബഉഹും മുശ്രിഖീൻ, സൂര്യോദയത്തോടുകൂടി. മുശ്രിഖീൻ എന്ന് പറഞ്ഞാല് ശർക്കില് ഉദയം ഉണ്ടാകുന്നതോടുകൂടി, കിഴക്കൻ ചക്രവാളത്തില് സൂര്യകിരണങ്ങള് കാണപ്പെട്ട് തുടങ്ങിയതോടെ ഈ ഫറോവയുടെ പ്രവൃത്തികൾ, ഫറോവയെ പിന്തുണക്കുന്ന ആളുകളൊക്കെ അയാൾ ഒരുക്കി നിർത്തിയ സൈന്യവും സേവന സന്നദ്ധരായിട്ടുള്ള ആളുകളൊക്കെ മൂസ അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേൽ സമൂഹത്തെയും ചേസ് ചെയ്തുകൊണ്ട് പുറപ്പെട്ടു. അവരെ പിന്തുടർന്ന് അവരെ പിടികൂടാൻ വേണ്ടി പുറപ്പെടുകയായി. ഫലമ്മ തറാ അൽ ജമ്മാനി, അപ്പോ എന്തായാലും രാത്രി പുറപ്പെട്ടതാണ് മൂസ അലൈഹി ഇസ്ലാമും സംഘവും. കാലത്ത് പുറപ്പെട്ട ബനു ഇസ്രായേൽ സമൂഹത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഫിറഔന്റെ സേനയും അതുപോലെ സന്നദ്ധ സേവകരും ഒക്കെ അവരെ കണ്ടെത്താൻ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. ആദ്യം പുറപ്പെട്ടതാണല്ലോ ബനു ഇസ്രായേൽ സമൂഹം. അങ്ങനെ അവരിരുവരും പരസ്പരം
കാണാനിടയായപ്പോ ഫലമ്മ തറാ അൽ ജംആനി, ബനൂ ഇസ്രായേലിന് തങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഫിറൗന്റെ ആളുകള് തങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് വന്നു അടുത്തെത്തിയിരിക്കുന്നു എന്നത് കാണാൻ പറ്റിയപ്പോ, അതുപോലെ ഫിറൗന്റെ ആളുകൾക്ക് വളരെ സമീപസ്ഥമായിട്ട് തന്നെ ബനൂ ഇസ്രായേൽ സമൂഹം തങ്ങളുടെ മുന്നിലായിട്ട് നടന്നു നീങ്ങുന്നത് കാണാൻ പറ്റിയ ആ സാഹചര്യം വന്നപ്പോ ഖാല അസ്ഹാബു മൂസ, മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുയായികള് ഇങ്ങനെയാണ് പറഞ്ഞത്, പിന്നാലെ മുദ്രക്കൂൻ, ഞങ്ങൾ തീർച്ചയായിട്ടും പിടികൂടപ്പെടും, ഇനി ഒരു രക്ഷയില്ല. അവര് വെളിപ്പാട് അകലെ എത്തിയിട്ടുണ്ട്, നമ്മുടെ തൊട്ട് പുറകിലായി തന്നെ ഉണ്ട്. അവര് തീർച്ചയായിട്ടും നമ്മെ പിടികൂടും. മുദ്രക്കൂൻ, അദ്രക്ക എന്ന് പറഞ്ഞ പിടികൂടാന്നാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പിടികൂടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല. ഈ ഫിറൗന്റെ സൈനികരുടെയും സേവന സന്നദ്ധരായി വന്ന ആളുകളുടെയും ഒക്കെ പിടിയിൽ അകപ്പെട്ടു പോകും നമ്മള്, സംശയമില്ലാത്ത കാര്യമാണത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകള് വല്ലാത്ത ഭയപ്പാടോടുകൂടി, ഒരു ഉൾക്കിടലത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഇന്നാല മുദ്രക്കൂൻ, ഞങ്ങളെ ഇതാ പിടികൂടി കഴിഞ്ഞു, ഞങ്ങൾ പിടികൂടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അവരോടായി പറഞ്ഞ മറുപടി ഇതാണ്, കല്ലാ കല്ലാ, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഇന്ന മഴിയ റബ്ബി, തീർച്ചയായിട്ടും എന്നോടൊപ്പം എന്റെ റബ്ബും ഉണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എനിക്ക് മാർഗദർശനം ചെയ്യും. മൂസ അലൈഹി ഇസ്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രവാചകത്വം ചുമതലപ്പെടുത്തിയ തുടക്കഘട്ടത്തില് വലിയ ചാഞ്ചല്യമൊക്കെ കാണിച്ചിരുന്ന ആളാണ് മൂസ അലൈഹി ഇസ്ലാം. എങ്കിലും ഈ ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആ ഘട്ടം എത്തുമ്പോഴേക്ക് മൂസ അലൈഹി ഇസ്ലാം വലിയ ദൃഢനിശ്ചയമുള്ള, നിശ്ചയദാർഢ്യമുള്ള, മനക്കരുത്തുള്ള ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ശത്രുക്കള് തങ്ങളെ പിടികൂടി കഴിഞ്ഞു എന്ന അവസ്ഥ എത്തിയപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുന്ന അനുയായികളോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കല്ല, അങ്ങനെയല്ല, നമ്മള് ഇവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ റൂൾ ഔട്ട് ചെയ്യരുത്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന നിലക്കാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. കാരണം നിർദ്ദേശം അള്ളാഹുവിൻ്റെതായിരുന്നു. ഫസ്രി ബി ഇബാദി എന്നാണ് നേരത്തെ നമ്മൾ കണ്ടത്. മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട നിർദ്ദേശം അതാണ്, എന്റെ അടിയാറുകളെയും കൊണ്ട് രാത്രിക്ക് രാത്രി തന്നെ പുറപ്പെട്ടുകൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ ആ കൽപ്പന, അള്ളാഹുവിന്റെ ആ നിർദ്ദേശം അതേപടി പാലിക്കാൻ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാം അനുയായികളെയും കൊണ്ട് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എങ്ങനെ ഈ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു തങ്ങളെ രക്ഷിക്കും എന്നതൊന്നും മൂസ അലൈഹി ഇസ്ലാമിന് അറിയില്ല. ഏതു വിധത്തിലാണ് തങ്ങൾക്ക് രക്ഷ ഒരുക്കാൻ പോകുന്നത് എന്നത് ബനൂ ഇസ്രായേലിലെ ബാക്കി ആളുകളെ പോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനും അറിയില്ല. ആശങ്കക്കും അതുപോലെ വളരെ വലിയ ഭീതി ജനിക്കാനും ഒക്കെ ന്യായമായ കാരണങ്ങളുണ്ട്. പക്ഷെ ആ ഘട്ടത്തില് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ദാർഢ്യതയുടെ അടിസ്ഥാനത്തില് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല, ഇന്ന മഴിയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായിട്ടും എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്. എന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്, ഞാൻ സ്വന്തം നിലക്ക് പുറപ്പെട്ടതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ എന്നോടൊപ്പം ഉണ്ട്. സയഹ്ദീൻ, നമ്മൾ വഴിമുട്ടുകയാണല്ലോ ഇവിടെ, തീർച്ചയായിട്ടും അവനൊരു വഴി കാണിച്ചു തരും, നമുക്കൊരു പോംവഴി, ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവനൊരു വഴി തുറന്നു തരും.
സയഹ്ദീൻ. അപ്പൊ തുടർന്നുണ്ടായത് എന്താണെന്നുള്ളത് അള്ളാഹു വിവരിക്കുകയാണ്. ഫഔഹൈന ഇലാ മൂസ. അങ്ങനെ തുടർന്ന് നാം മൂസാക്ക് ദിവ്യ വെളിപ്പാട് നൽകുകയുണ്ടായി. ആ ദിവ്യ വെളിപ്പാടിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതാണ്: അനിൽറിബ് അസാക്കൽ ബഹർ. മൂസ, നിന്റെ കയ്യിലുള്ള ആ വടി കൊണ്ട് നീ സമുദ്രത്തെ അടിക്കുക. ഇതാണ് നിർദ്ദേശം. അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. മൂസാക്ക് വഹീ രൂപത്തിലാണ് ഈ കൽപ്പന നൽകുന്നത്. അനിൽറിബ് അസാക്കൽ ബഹർ. നിന്റെ വടി കൊണ്ട് നീ സമുദ്രത്തെ അടിക്കുക. സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ കൽപ്പന എന്ന നിലയ്ക്ക് മൂസ അലൈഹി ഇസ്ലാം അത് അക്ഷരം പ്രതി പാലിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അദ്ദേഹം സമുദ്രത്തെ അടിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് തുടർന്നുള്ള വാക്കുകളിൽ വിവരിക്കുന്നത്. ഫംഫലഖ. സമുദ്രം പിളർന്നു മാറി. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ ആദീം. അതിന്റെ ഓരോ പിളർപ്പും അതിഭയങ്കരമായ ഒരു പർവ്വതം പോലെയാണ് ഉണ്ടായിരുന്നത്. ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ. സമുദ്രം പിളർന്നു രണ്ടായി, രണ്ട് ഭാഗത്തേക്കായിട്ട് പിളർന്നു മാറി. അങ്ങനെ അത് ഫകാന കുല്ലു ഫിർഖിൻ, ആ പിളർപ്പിന്റെ രണ്ടിലോരോന്നും കത്തൗദിൽ ആദീം. തൗദ് എന്ന് പറഞ്ഞാല് പർവ്വതം എന്നാണ്. വലിയ പർവ്വതത്തിനാണ് തൗദ് എന്ന് പറയാം. ചെറിയ കുന്ന് പോലെയുള്ളതിനല്ല. കുന്നും മലയും അല്ല, വലിയ ഉയരമുള്ള പൊക്കമുള്ള പർവ്വതത്തിനാണ് തൗദ് എന്ന് പറയും. ഇവിടെ അലീം എന്നുകൂടി അതിനോട് ചേർത്ത് പറയുന്നു. ജബലുൻ അലീം എന്നാണ് തൗദിന്റെ അർത്ഥം അറബി ഭാഷയിൽ. ഇവിടെ തൗദുൻ അലീം എന്ന് പറയുമ്പോൾ അത്രയും വലിയ പർവ്വതമാണ്. ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത്, സമുദ്രത്തില് മൂസ അലൈഹി ഇസ്ലാം അടിക്കുകയുണ്ടായ ഭാഗത്ത് സമുദ്രം രണ്ട് ഭാഗത്തേക്ക് പിളർന്നു മാറി. അതിന്റെ സീ ബെഡ്, അതിന്റെ അടിത്തട്ട് മുതല് മുകളിലെ ജലനിരപ്പ് വരെയുള്ള ഭാഗം അങ്ങ് പിളർന്ന് രണ്ടായി മാറിയിട്ട് കാഴ്ചക്ക് രണ്ട് അതിഭയങ്കരമായ വലിപ്പമുള്ള പർവ്വതങ്ങളെ പോലെ കാണപ്പെട്ടു. സമുദ്രം ഒരിടത്ത് അവസാനിച്ചു, അതുപോലെ മറുഭാഗവും സമുദ്രം അവസാനിക്കുകയാണ്. അതിനിടയിലൂടെ വിശുദ്ധ ഖുർആനിലെ വേറെ ചില സൂറത്തുകളിൽ വിവരിക്കുന്ന പോലെ ഒരു ഉണങ്ങി വരണ്ട വഴി രൂപപ്പെട്ടു വന്നു. പല വ്യാഖ്യാതാക്കളും വേലിയേറ്റം, വേലിയിറക്കം പോലെയുള്ള പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അമാനുഷികമായ ദൈവിക കൃത്യത്തെ വിശദീകരിക്കാറുണ്ട്. പക്ഷെ അതൊരു വളരെ അബദ്ധ ജടിലമായ ഒരു വിശദീകരണമാണ്. കാരണം ഇത് അള്ളാഹു കാണിക്കുന്ന അവന്റെ മുഅ്ജിസത്താണ്. സാധാരണ പ്രാപഞ്ചിക നിയമങ്ങളെ വെച്ചുകൊണ്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല ഇത്. പ്രാപഞ്ചിക സംവിധാനത്തിലുള്ള അള്ളാഹുവിന്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ. നേരത്തെ വടിയിട്ടപ്പോ പാമ്പായതും കക്ഷത്തുനിന്ന് കൈയെടുത്തപ്പോ അത് വെട്ടിത്തിളങ്ങുന്നതായി മാറിയതും ഒക്കെ പ്രാപഞ്ചിക സംവിധാനങ്ങളിൽ നിന്നുള്ള ഒരു വേർപെടലാണ്. അതിന് വ്യത്യസ്തമായി ദൈവികമായ ഒരു ഇടപെടലുണ്ടായി വളരെ അവിശ്വസനീയമായ ഒരു കാര്യം കാണാൻ സാധിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അതിനെ പ്രാപഞ്ചിക നിയമങ്ങൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് ഒരു അർത്ഥശൂന്യമായ ഒരു എക്സസൈസാണ്. അള്ളാഹുവിന്റെ ഇടപെടൽ അള്ളാഹുവിന് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. പ്രാപഞ്ചിക നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു ഒരു ഇടപെടൽ നടത്തി എന്നതാണ് വസ്തുത. മറിച്ച് ഈ സമുദ്രം പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് രണ്ട് പിളർപ്പ് അങ്ങ് ഉയർന്ന് അതിഭയങ്കരമായ പർവ്വതങ്ങളായി മാറി കാഴ്ചയിൽ. അവയ്ക്കിടയിലായിട്ട് ചെറിയൊരു വഴിയൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സംഘമാണ് ബനൂ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്.
അവർക്കൊക്കെയും അതിവേഗം കടന്നു പോകാൻ പറ്റുന്ന അത്രയും വീതിയും പരപ്പുള്ള വഴിയാവണല്ലോ. അത് ഉണങ്ങി വരണ്ട വഴിയാണ്. പ്രയാസരഹിതമായിട്ട് അവർക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഡ്രൈ പാത്താണ്. മാത്രവുമല്ല, ഒരു വലിയ സംഘം ഫിറോവിനെ പിന്തുണക്കുന്ന ഈജിപ്തിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്നുമായിട്ട് വരുന്ന മുഴുവൻ ആളുകളെയും വൈകാതെ തന്നെ അങ്ങോട്ട് ആകർഷിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പൊ അതിനൊക്കെ കഴിയുന്ന, അവരെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിശാലമായ പാത തന്നെ ആവണം അത്. അതൊരിക്കലും തന്നെ വേലിയേറ്റത്തിന്റെ വേലിയിറക്കത്തിന്റെ ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ അസാധാരണമായ ഒരു ഇടപെടലാണ്. പ്രാപഞ്ചിക സംവിധാനത്തിലുള്ള അവന്റെ ഒരു ഇടപെടലാണ്. അപ്പോ തുടർന്ന് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: മൂസ അസാക്കൽ ബഹർ, തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തെ അടിക്കുക. ഫൻഫലഖ, അങ്ങനെ സമുദ്രം പിളർന്നു മാറി. ഫകാന കുല്ലു ഫിർഖിൻ, ഓരോ കഷ്ണവും ഓരോ പിളർപ്പും കത്തൗദിൽ അളയും, അതിഭയങ്കരമായ വലിപ്പമുള്ള ഭീമാകാരമായ പർവ്വതങ്ങളെ പോലെ കാണപ്പെട്ടു. അപ്പൊ ഇതൊരു സാധാരണ വേലിയേറ്റം പോലെയുള്ള ഒരു സംഭവമല്ല, വളരെ അസാധാരണത്വമുള്ള ഒരു ദൈവിക ഇടപെടലാണ്. അസ്ലഫ്ന സമ്മൽ ആഖിരീൻ, എന്നിട്ട് അള്ളാഹു പിന്നെ പറയുന്നത്, അതിനെ തുടർന്ന് നാം മറ്റേ കൂട്ടരെയും അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്നു. ഫിറോവിന്റെ ആളുകളെ ഫിറോവിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് ആനയിച്ച് ആ സമുദ്രം പിളർന്നു മാറിയ, അങ്ങനെ ഉണ്ടായ ആ ഉണങ്ങി വരണ്ട വഴിയിലേക്ക് അവരെ നാം ആകർഷിച്ചു കൊണ്ടുവന്നു. വാസിലഫ്ന സമ്മൽ ആഖരീൻ, പിന്നീട് രണ്ടാമത്തെ കൂട്ടരെയും നാം അങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം അവര് മൂസ അലൈഹി ഇസ്ലാമിനെ സംഘത്തെ ചേസ് ചെയ്തുകൊണ്ട് വരികയാണല്ലോ. അൻജൈന മൂസ വമൻ മഅഹു അജ്മഈൻ, അങ്ങനെ നാം മൂസായെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവനായിട്ടും രക്ഷപ്പെടുത്തുകയുണ്ടായി. അൻജൈന, നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. മൂസ വമൻ മഅഹു, മൂസായെയും കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, എന്നിട്ട് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേരെയും നാം മുങ്ങി മരിക്കാൻ ഇടയാക്കുകയും ചെയ്തു, അവരെ മുക്കിക്കൊന്നു. സുമ്മ അഗ്റഖ്ന, അഗ്റഖ്ന എന്ന് പറഞ്ഞാൽ നാം മുക്കിക്കൊന്നു എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും കടല് കടന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് എത്താൻ അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അതിനെ തുടർന്ന് അവരെ പിന്തുടർന്ന് അങ്ങോട്ടെത്തിയ ഫിറോവിനെയും അയാളെ പിന്തുണച്ച ആളുകളെയും നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ, നിശ്ചയമായിട്ടും ഈ ഒരു സംഗതിയിൽ, ഈ ഒരു ചരിത്ര സംഭവത്തിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ ഏറെ പേരും വിശ്വസിക്കുന്നവരല്ല. ഈ ആയത്തുകൾ, ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് മക്കയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ശുഅറയുടെ ഭാഗമായി മക്കയിലെ ആളുകളോട് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന വേറെയും പ്രവാചകന്മാരും മുമ്പുണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഫിറോവിനുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചരിത്ര സംഭവത്തിൽ മക്കയിലെ ആളുകൾക്ക് വിശേഷിച്ച് ഒരു വലിയ പാഠം, ഒരു വലിയ ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരിൽ ഏറെ പേരും അത് പ്രയോജനം ചെയ്ത് വിശ്വാസം ഉൾക്കൊള്ളുന്നവരായി മാറുകയുണ്ടായില്ല. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയമായിട്ടും നിന്റെ റബ്ബ് അങ്ങേയറ്റത്തെ പ്രതാപമുള്ളവനും കരുണയുടയവനുമാണ് എന്നാണ്.
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിർബന്ധിച്ച് ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവന്റെ താല്പര്യമല്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ വിശ്വാസ മാർഗത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ കാണിച്ച മടിയും അലസതയും ഡിലേയും ഒക്കെ അതിനൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പരിഹാരം നൽകുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരും തന്നെ വിശ്വാസികളാവാൻ കൂട്ടാക്കാതിരുന്നാൽ പോലും അള്ളാഹുവിന്റെ ഇസ്സത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. പല വിധത്തിലുള്ള ധിക്കാരങ്ങളിലും കഴിഞ്ഞുകൂടിയിട്ട് പിന്നീട് സത്യമാർഗം ഉൾക്കൊണ്ട് സന്മാർഗത്തിന്റെ ആളുകളായി മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവൻ തന്നെയാണ് എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ പാഠം യഥാർത്ഥത്തില് ഫിറോവിന്റെയും മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈ സംഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആയത്ത് മക്കയിലെ ആളുകൾക്ക് മാത്രമല്ല, മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമല്ല, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു ആയത്താണ്. കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ മുഖവിലക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട മൂസ അലൈഹി ഇസ്ലാം മറ്റൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലാത്ത ഘട്ടത്തിൽ ദൈവിക സഹായം ലഭിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഒരിക്കലും തന്നെ പ്രതീക്ഷ കൈവെടിയുന്നവരാവരുത്. അവര് മൂസ അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും പോലെ പ്രതീക്ഷയോടുകൂടി നിലകൊള്ളുകയും അള്ളാഹുവിന്റെ സഹായം ഏറ്റുവാങ്ങാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. സത്യവിശ്വാസികൾ ഇപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നുണ്ടാകും. പക്ഷെ അത് എല്ലായ്പ്പോഴും എല്ലാ കാലത്തേക്കുമുള്ള ഒരു രീതിയല്ല. അള്ളാഹുവിന്റെ സഹായം വൈകാതെ തന്നെ എത്തും. മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ് എന്നൊരു പാഠം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രതാപം ആര് നിഷേധിയായി നിന്നാൽ പോലും അവന്റെ മഹത്വത്തെ യാതൊരു നിലക്കും ബാധിക്കുന്നില്ല എന്ന വിധത്തിലുള്ളതാണ്. അവന്റെ കാരുണ്യം, ആരുടെയും ധിക്കാരം അവര് പശ്ചാത്തപിച്ചു മടങ്ങുന്നതോടുകൂടി അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കപ്പെടുന്നു എന്ന വിധത്തിലുമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമും ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവങ്ങളുടെ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ചരിത്ര സംഭവം വിവരിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ആയത്തുകൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഫിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.